വന്നു ഞാൻ നിങ്ങൾക്ക് ഗീതച്ചക്ക് ഒരു പണിയില്ലേന്നും ഒരു പണിയില്ല. ഇന്നലെ ശരിവുള്ള വിശേഷങ്ങളായിരുന്നു. കണ്ടില്ല, കാന്താരി പറങ്കി വളപ്പിലെ കൂടി രാവിലെ ഉണ്ട് തേരാപ്പര നടക്കുമ്പോൾ കിട്ടിയതാണ് ഈ കാന്താരി മുളക്. കുറച്ച് നട്ടതാ, കുറച്ച് തനിയെ മുളച്ചതാണ്. അപ്പോൾ എല്ലാം പഴുത്തിട്ട് പക്ഷികൾ പിന്നെ തിന്നുണ്ടായിനെ. എന്നാൽ കുറച്ച് പക്ഷിയൊക്കെ വെച്ചിട്ട് കുറച്ച് നമുക്കും വേണ്ടത്. അതിൽ എന്താ പഴുത്ത് നോക്കിയിട്ട് ഗീതച്ചുണ്ടാ ചേമ്പിൻ്റെ ഇലയിൽ തിരിഞ്ഞിടുന്നത്. കാരണം പഴുത്ത് നമുക്ക് ഉപ്പേരിക്കും മറ്റേ പിന്നെ അരക്കുമ്പല്ലൂടെ. ഇത് ഈ പച്ച ഉണ്ടല്ലോ, പച്ച ഗീതച്ച് സിർക്കയിലിട്ട് വെക്കും. നിങ്ങൾ അങ്ങനെ ചെയ്യലുണ്ടോ? കാന്താരി മുളക് പിന്നെ ഉപ്പ് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ട് തണിഞ്ഞിട്ട് പിന്നെ അതിൽ ഭരണിയിൽ ഈ പിന്നെ കാന്താരി മുളകും ഈ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് സിർക്കി ഒഴിക്കും. സിർക്ക അദ്ദേഹത്തിന് നല്ലതല്ല, ഞാൻ എപ്പം പറഞ്ഞു. എന്നാലും സിർക്കി ഇട്ടാൽ കുറച്ചും കൂടി പിന്നെ മോശം വേണ്ടെക്കും, പൊയ്പ്പ് വേണ്ടെക്കും. അത് പിന്നെ നല്ല പിന്നെ നന്ന് പുളിയില്ലാത്ത കറിയെല്ലാം ഉണ്ടെങ്കിൽ ഒരു കാന്താരി മുളകിലുണ്ടെങ്കിൽ നമുക്ക് നല്ല എരിവും പുളിയെല്ലാം കിട്ടും. അതിന് വേണ്ടി ഗീതച്ച് ചെയ്യുന്ന കേട്ടോ. നിങ്ങൾ അങ്ങനെ ചെയ്യലുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ കാന്താരി മുളക് ശരീരത്തിൽ നല്ലതെന്ന്, കൊളസ്ട്രോൾ ഷുഗറിനെല്ലാം നല്ലതെന്ന് വിചാരിച്ച് നല്ലോണം വാരി വലിച്ച് കയറ്റേണ്ട. അവസാനം അൾസറായിട്ട് ആസ്പത്രി എണീക്കാൻ നേരം ഉണ്ടാവില്ല. അതും കൂടി ഗീതച്ച് പറഞ്ഞൊക്കെ എല്ലാവർക്കും ഗീതച്ചിൻ്റെ പിന്നെ ഒരുപാട് താങ്ക്സ്. നാളെ പിന്നെയും വരെ സ്വന്തം ഗീതച്ച്.